ജസ്റ്റ് മിസ്സായി ട്രൗസറിലാ അത് കടിച്ചത്. ഈ വീഡിയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തേക്കരുന്ന് ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഒരുപാട് കുട്ടികൾക്കും കുടുംബത്തിനൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളൊരാൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യങ്ങൾക്കൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നമസ്കാരം, ഞാൻ ജെയിംസ്. ഈ വീട്ടമ്മയുടെ വാക്കുകളൊന്ന് കേൾക്കൂ. നമസ്കാരം, എൻ്റെ പേര് സുനിത എന്നാണ്. ഞങ്ങളിവിടെ കളമശ്ശേരി വാർഡ് 21 താമസിക്കുന്നത്. വീഡിയോയിലൂടെ പറയാനുള്ളത് ഇവിടുത്തെ സ്ട്രേ ഡോഗ്സിന്റെ ഒരു പ്രശ്നത്തെ പറ്റിയിട്ടാണ്. കാരണം നമുക്ക് കുറേ നാളുകളായിട്ട് ഇവിടെ ഒരുപാട് സ്ട്രേ ഡോഗ്സിന്റെ ശല്യം കൂടി വരുന്നുണ്ട്. പല രീതിയിൽ പലരോടും കംപ്ലൈന്റ് പറഞ്ഞു നോക്കി, കൗൺസിലറോട് പറഞ്ഞു, മുനിസിപ്പാലിറ്റിയിൽ പറഞ്ഞു. പക്ഷെ നമുക്ക് ഒരു റെസ്പോൺസും കിട്ടുന്നില്ല അവരുടെ അടുത്തുനിന്നും. നമ്മുടെ ഏരിയയിലുള്ള പലരും ഇതിനെപ്പറ്റി കംപ്ലൈന്റ് ചെയ്തിട്ടും കൗൺസിലറിന്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയർപേഴ്സണോട് പറ, ഹെൽത്തിൽ പറ, അങ്ങനെയൊക്കെയാണ് അവർ റെസ്പോൺസ് തരുന്നത്. പിന്നെ മെയിൻലി അവർക്ക് പറയാനുള്ള ഒന്നും ചെയ്യാനില്ല. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്. ഞങ്ങൾ പിന്നെ ഹെൽത്തിൽ എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ കഴിഞ്ഞ മാസം എൻ്റെ മോനെ ഇതുപോലെ ഒരു പട്ടി ഓടിച്ചു. ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ കൗൺസിലറെ വിളിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് ഹെൽത്തിൽ ആരും വിളിക്കാൻ പറഞ്ഞൊരു നമ്പർ ഷെയർ ചെയ്തു. അവിടെ വിളിച്ചപ്പോൾ അവർ അതിലും രസകരമായിട്ടുള്ള മറുപടിയാണ് തന്നത്. അവർക്ക് അവിടെ ആളില്ല പട്ടിയെ വന്ന് പിടിക്കാൻ, അവർക്ക് സാലറി കൊടുക്കുന്നില്ല. ഇതൊക്കെ നമ്മളോട് പറഞ്ഞ നമ്മളൊരു സാധാരണ ജനങ്ങളാണ്. എനിക്കിതിന്റെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഇവരുടെ ഓഫീസിൽ നടക്കുന്ന എന്താണെന്നൊന്നും അറിയേണ്ട കാര്യം എനിക്കില്ല. എന്റെ കുട്ടീനെ ഇത് ഉപദ്രവിക്കാൻ വന്നു, അതായിരുന്നു നമ്മുടെ അപ്പോഴത്തെ കൺസേൺ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എന്റെ ഒരു കുട്ടീനെ ഉപദ്രവിക്കാൻ വന്ന ഇൻസിഡന്റ് ആണ് ഇത്. വേറെ ഇൻസിഡൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വേറെയും നമ്മുടെ നെയ്ബറിന്റെ ഒരു കുട്ടീനെ ഇതുപോലെ കടിക്കാൻ വന്ന ജസ്റ്റ് മിസ്സായി ട്രൗസറിലാ അത് കടിച്ചത് പട്ടി. അങ്ങനെ മിസ്സായി വേറെ പല കുട്ടികളും ഓടിച്ച ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ പൊളിറ്റിക്സോ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. എന്റെ കൺസേൺ നമ്മുടെ കുട്ടികൾ സുരക്ഷിതമായിട്ട് ഇരിക്കുക. ഇവരോടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇവര് മനുഷ്യരെക്കാളും ഒരു പടി മേലെ അവര് വാല്യൂ ചെയ്യുന്നത് ഈ പട്ടികളുടെ കാര്യത്തിലാണ്. അപ്പൊ ഞാൻ ഓർക്കാം, എന്തിനാ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇവർക്ക് വെയിലും കൊണ്ട് നിന്ന് ക്യൂ നിന്ന് വോട്ട് ചെയ്ത് വിട്ടിട്ടും അവർക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന പട്ടിക്കാന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ ഞാൻ കൗൺസിലറായിട്ട് സംസാരിച്ച വോയിസ് ഞാൻ TV19 ന്യൂസ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഹലോ, ഞാൻ ഈ ആനിക്കാട്ട് അപ്പാർട്ട്മെന്റിൽ നിന്നാണ് വിളിക്കണേ. ഇവിടെ ഈ പട്ടിയുടെ ശല്യം ഭയങ്കര രൂക്ഷമായിരിക്കും, ഒരു രക്ഷയില്ല. രാവിലെ പിന്നെ നോക്കിയിട്ട് ഇറങ്ങാൻ വയ്ക്കുക, രാത്രിയൊന്നും എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തിറങ്ങാൻ പറ്റില്ല, പേടിയാവാ. 5-6 പട്ടിയെ കിടന്ന് കൊരയും ഇതിൽ കിടന്ന് ഓട്ടവും. ഈ കൊച്ചിനെ സ്കൂളിൽ വിടണേയും തിരിച്ചു വന്നേ സമയത്ത് എനിക്ക് പേടിച്ചാ ഞാൻ ഇതിലേക്ക് കയറി വന്നെ. എന്തെങ്കിലും ഒരു തീരുമാനം ചെയ്യാൻ പറ്റുമോ നിങ്ങക്ക്? പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഒന്നും മുനിസിപ്പാലിറ്റിന്ന് ഇപ്പൊ എഴുതി ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇത് എന്ത്? അപ്പൊ ഈ ആൾക്കാര് ഞങ്ങളിപ്പൊ ഇങ്ങനെ കംപ്ലൈന്റ് ആളെ കടിച്ചു കഴിയുമ്പോ ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കും ഇതിന്? അത് മനസ്സിലാവാത്ത. മുനിസിപ്പാലിറ്റിയിലേ കൊടുത്തോളൂ നിങ്ങള്, അല്ലെങ്കിൽ ചെയർപേഴ്സൺ നമ്പർ ഞാൻ തരാം, ചെയർപേഴ്സണെ വിളിച്ച് ഒന്ന് കംപ്ലൈന്റ് പറഞ്ഞോളൂ. ഇതൊക്കെ എന്റെ കൊച്ചിനെ കഴിഞ്ഞ പ്രാവശ്യം പട്ടി ഓടിച്ചതാ. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ വിളിച്ചു പറഞ്ഞു, ഒരു അനക്കം ഉണ്ടായില്ല. നിങ്ങളൊക്കെ വോട്ട് ചോദിച്ച് മേടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളോട് എന്തെങ്കിലും ഒരു ഇത് ചെയ്യണ്ടേ മര്യാദ? പട്ടി കടിച്ചതിന് മരിച്ച എത്ര സംഭവമായി. ഇതിനൊക്കെ ആരും ഉത്തരവാദിത്തം പറയണേ? എനിക്ക് മനസ്സിലാവല്ല. ഈ നാട്ടിലിപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയേക്കാ. കുത്തിവയ്പ് എടുക്കാന്ന് പറഞ്ഞാൽ അതും മര്യാദക്ക് എഫക്ട് ചെയ്യല്ല. കുഞ്ഞു പിള്ളേരുടെ കാര്യമല്ലേ ഈ പറയണേ? നിങ്ങൾക്ക് ഇതൊരു ചർച്ച വെച്ച് എന്തെങ്കിലും ഒരു തീരുമാനമാക്കാൻ പാടില്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് ചെറിയ കൊച്ചുള്ളതാണ്, അപ്പൊ എനിക്കറിയാം. പക്ഷെ എനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മുനിസിപ്പാലിറ്റിയിൽ എനിക്ക് പറയാനല്ലാണ്ട് എനിക്ക് അതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ല, അവര് പറയും ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ഉത്തരവോ കാര്യങ്ങളോ ഒന്നും കിട്ടാണ്ട് മുനിസിപ്പാലിറ്റിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല, പട്ടിനെ പിടിക്കാൻ പറ്റില്ല എന്നാണ് അവര് പറയണത്. ഭയങ്കര കഷ്ടമുണ്ട്. ഇത് ആർക്കെതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ലാസ്റ്റ് മുനിസിപ്പാലിറ്റിക്കാർക്കാണോ? ഇപ്പൊ അവിടെ പോയി സമരം ചെയ്താലാണോ വല്ല തീരുമാനമാവുള്ളൂ? അന്ന് കംപ്ലൈന്റ് കൊടുത്തായിരുന്നാ? ഹെൽത്തിൽ ആരെയോ വിളിച്ച് പറഞ്ഞ് കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞതായിരുന്നു. അവര് പറയണ എന്താ, അവിടെ ആളില്ല, പിടിക്കാൻ വരാൻ ആളില്ല, അവര് ശമ്പളം കൊടുത്തിട്ടില്ല. ഇതൊക്കെയാണോ നിങ്ങൾക്ക് വോട്ട് വന്ന് ജയിപ്പിച്ചു വിട്ട് ജനങ്ങളോട് പറയേണ്ട റീസൺ? എനിക്ക് മനസ്സിലാവണം. നമ്മൾ ഈ റീസൺ കേൾക്കാൻ വേണ്ടിയിട്ടാണോ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ക്യൂ നിന്ന് വോട്ട് ചെയ്യണേ? ഇതിന് ഭേദം വോട്ട് ചെയ്യാൻ അത്ര സമയം കളയണ്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു. ഇതുകൊണ്ട് ഒരു ഉപകാരം ഇല്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾ ഇപ്പൊ ഈ ഒരു കംപ്ലൈന്റ് ആയിട്ടപ്പോ നാളെ ഈ കൊച്ചുങ്ങളെ കടിച്ചു കഴിഞ്ഞ് അപ്പോഴും ആർക്ക് പോവാൻ? നിങ്ങൾക്ക് ആർക്കും പോവാനില്ല. പോണ വീട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ. ആ കടി കൊള്ളണ കൊച്ചിന്റെ വീട്ടുകാർക്ക് മാത്രമേ അവിടെ പോണുള്ളൂ. ഈ ഗവൺമെന്റിനും പോണില്ല, ആർക്കും പോണില്ല. എന്താ ഈ നാട്ടിൽ നടക്കണേന്ന് എനിക്ക് മനസ്സിലാവില്ല. ഈ പേപ്പറിൽ ഇതും കണ്ട് പോട്ടെ, നമ്മുടെ കൺമുന്നിൽ ഇപ്പൊ നടക്കുക. വീടിന്റെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഞാൻ ഇവിടെ CCTV വെച്ച് നോക്കി നിരീക്ഷിച്ചാ ഞാൻ ഇറങ്ങണേ. എനിക്ക് വിഷമം വരെ കാര്യം ഓർക്കുമ്പോ. പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വടിയും പിടിച്ച ഒരു കണക്കിന് വീട്ടിൽ നിന്ന് ഒന്ന് കാലെടുത്ത് പുറത്ത്. രാത്രിയൊക്കെ കൊച്ചിന് അസുഖം വരുമോ, പനിക്കോ, ഹോസ്പിറ്റലിൽ എന്തിനാ
ആവശ്യം വന്ന് എന്താ ചെയ്യണ്ടേ ഞങ്ങള്? എടാ ഞാൻ പറയാടാ, ഞാൻ ചെയർപേഴ്സണോടൊന്ന് വിളിച്ച് സംസാരിക്കാം. ഞാൻ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഇത് നിങ്ങൾ പിടിച്ചോണ്ട് ഷെൽട്ടർ കൊടുക്കാനുള്ള എന്തിനാ? ഈ നാട്ടിൽ ഞാൻ പല നാട്ടിൽ കൂടെ പോയി, വേറെ ഒരു നാട്ടില് ഞാൻ പല രാജ്യത്ത് സഞ്ചരിച്ചു, വേറെ എങ്ങും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു അവസ്ഥ. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഈ പട്ടികൾക്ക് നമുക്ക് ഷെൽട്ടറോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? തൃക്കാക്കരയിൽ കഴിഞ്ഞ തവണ ഇതുപോലെ പിടിച്ചെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഈ മൃഗസംരക്ഷണ വകുപ്പും ഇതെല്ലാം ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. നമുക്ക് പിടിക്കാനുള്ള ഇതില്ല. ഗവൺമെന്റിന്, മുനിസിപ്പാലിറ്റിക്ക് ഗവൺമെന്റ് ഉത്തരവ് കിട്ടാണ്ട് മുനിസിപ്പാലിറ്റിക്ക് അതിൽ തീരുമാനമോ പിടിക്കാനോ പാടില്ല എന്നാണ്. ഒബ്ജക്ഷനും കാര്യങ്ങളും വരും. അപ്പൊ മുനിസിപ്പാലിറ്റിക്ക് അത് അപ്പൊ മൊത്തത്തില് ഗവൺമെന്റ് മനുഷ്യരെക്കാ വില കൊടുക്കണ പട്ടിക്കാന്ന് മനസ്സിലായി. ഒരു കാര്യം ചെയ്യാം, നാളെ തൊട്ട് നേതാക്കൾ പോയി പട്ടികളുടെ അടുത്ത് ആദ്യം വോട്ട് ചോദിക്കട്ടെ, എന്നിട്ട് മനുഷ്യന്മാരോട് ചോദിക്കാം വോട്ട്. അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. പട്ടികളോട് ആദ്യം വോട്ട്. ഞാൻ ഇനി എന്റെ വീട്ടിൽ ആര് വോട്ട്, ഏത് പാർട്ടി വോട്ട് ചോദിച്ചോ ഫസ്റ്റ് എന്റെ റെസ്പോൺസ് അതായിരിക്കും. ആദ്യം നിങ്ങൾ പോയി പട്ടിയുടെ അടുത്ത് വോട്ട് ചോദിക്കുക. അവരെയാണല്ലോ എല്ലാവരും സംരക്ഷിക്കണേ. എന്നിട്ട് മനുഷ്യന്മാർ വോട്ട് ചെയ്യാം. അവസാനം എനിക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യമുള്ളൂ, നമ്മൾ ഈ കഷ്ടപ്പെട്ട് വോട്ട് ചെയ്തിട്ട് നമ്മൾ ആരോട് പോയി പരാതി പറയേണ്ട? ഒരാൾ വിളിക്കുമ്പോൾ പറയും അടുത്ത ആളോട് വിളിക്കാൻ, അവർ വിളിക്കുമ്പോൾ പറയാം അടുത്ത ആളെ വിളിക്കാൻ, അവർ വിളിക്കുമ്പോൾ പറയാം അവിടെ ആളില്ല, പൈസയില്ല, ടാക്സ് അടയ്ക്കേണ്ട ഇവിടെ ജീവിക്കാൻ. എന്തൊക്കെ അവർക്ക് ഇൻകം ഉണ്ട് ഗവൺമെന്റിന്, അവർ അതിൽ നിന്ന് ഒരു ഷെയർ എടുത്ത് ഈ പട്ടികളെ കൊല്ലാനൊന്നും നമ്മൾ ആരോടും പറയുന്നില്ല. അതിനൊരു ഷെൽട്ടർ കൊടുക്കുക, ആ ഷെൽട്ടറിൽ അതിനെ കിടത്തി അതിന് ആഹാരം കൊടുത്ത് നോക്കാനുള്ള ഒരു ഫണ്ട് ഇല്ലേ? ഇങ്ങനെ സ്ട്രേ ഡോഗായിട്ട് അത് നടന്ന് ലാസ്റ്റ് അതിനെ എന്തെങ്കിലും പേ പിടിച്ച് മനുഷ്യരെയൊക്കെ കടിച്ച്, എന്നാൽ വാക്സിൻ എടുത്താൽ രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടോ? അതെടുത്തിട്ട് നമ്മൾ പേടിച്ച് നടക്കണം. റാബീസിന്റെ വാക്സിൻ എടുത്തിട്ട് ഇത് എപ്പോഴാ ഇത് എഫക്ട് ചെയ്യോ എഫക്ട് ആവില്ലയോ? ഇപ്പൊ എത്രയോ ഇൻസിഡൻസ് കണ്ടു, കുട്ടികൾ മരിച്ചു പോകുന്നത് വാക്സിൻ എടുത്തിട്ടുകൂടി അതും പേ പിടിച്ച് മരിച്ചു പോകുന്ന ഇൻസിഡൻസ് നമ്മൾ കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ വളരെ വിഷമമുണ്ട്. മനുഷ്യന് ഒരു വിലയില്ലാത്ത രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണാനില്ലേ? ഞാനൊരു സാധാരണ ഒരു വുമൺ ആണ്. എനിക്ക് ഇതില് ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ഡീപ്പായിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. പക്ഷെ എന്റെ സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഗവൺമെന്റിന് ഇതിനൊരു സൊല്യൂഷൻ കാണാനില്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. കാരണം ടിവിയിൽ എത്രയോ എന്നും എടുത്താലും ഓരോ ന്യൂസ് ഉണ്ടാവും. സ്ട്രേ ഡോഗ്സിന്റെ ഏതെങ്കിലും ഒരു ന്യൂസ് ഉണ്ടാവാതിരിക്കില്ല. എത്ര കുട്ടികളെ കടിച്ചു, എത്ര പേര് ഇപ്പൊ ഈ 2025 എടുത്താൽ തന്നെ എത്ര പേര് റാബീസ് വന്ന് വാക്സിൻ എടുത്തിട്ടും അത് എഫക്ട് ചെയ്യാതെ മരിച്ചു. ഭയങ്കര വിഷമമുണ്ട്. കാരണം നമ്മളിപ്പോ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന CCTV വെച്ച് നോക്കിയിട്ടാ പട്ടി ഏതിലാ വരുന്നത്. രാത്രിയൊന്നും പുറത്തിറങ്ങാൻ ഒരു നിവൃത്തിയില്ല. കാരണം 6-7 പട്ടികൾ കൂടി നിന്ന് അതിന്റെ സൗണ്ടും അതുങ്ങൾ കടിപിടി കൂടുന്ന സൗണ്ടൊക്കെ ഇവിടെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കേൾക്കാം. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് രാത്രി ഹോസ്പിറ്റലിന്റെയോ എന്തെങ്കിലും ആവശ്യം വന്നാൽ പുറത്തിറങ്ങാൻ വരെ പേടിയാ ഇവിടെ. അത്രയ്ക്കും പേടിച്ചിരിക്കുന്നത്. ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോ വടി കയ്യിൽ പിടിച്ചിട്ടാ വരുന്നത്. പുറത്തു പോയിട്ട് കയറി വരുമ്പോ വടി കൈ പിടിച്ചിട്ടാ വരുന്നത്. കാരണം എവിടെ നിന്ന് ഇത് ഓടി വന്നെ, അത് ഗ്രൂപ്പായിട്ട് ഓടി വന്നെ, ഒരെണ്ണോ രണ്ടെണ്ണോ അല്ല, ഗ്രൂപ്പായിട്ടാ നടക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഭയങ്കര അഗ്രസീവ് അവര് ഇവിടെ. നമ്മുടെ നെയ്ബേഴ്സ് ആരോട് ചോദിച്ചാലും അറിയാം, ഭയങ്കര അഗ്രസീവ് ഡോഗ്സാ. സാധാ രീതിയിലുള്ള ഡോഗ്സും അല്ല. അവരെ ഓടിച്ചാൽ പോലും ഓടത്തില്ല. അങ്ങനെ ഒരു പേടിയോ കാര്യങ്ങളോ ഇല്ല അതുങ്ങൾക്ക്. ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആരെങ്കിലും ചെയ്തു തന്നാൽ വളരെ ഉപകാരം. കാരണം എനിക്കറിയില്ല ഇത് എവിടെ പോയാൽ കംപ്ലൈന്റ് ചെയ്യേണ്ടത്. കേരളം മൊത്തത്തിലുള്ള സ്ട്രേ ഡോഗ്സിനെ ഇത് ചെയ്യാനോ അല്ലെങ്കിൽ കേരളത്തിലെ മൊത്തത്തിൽ ആൾക്കാരെ കുട്ടികളെ ഇതിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ ഈ ഏരിയയിൽ ഞാൻ അത്രയും നോക്കിയുള്ളൂ. എന്റെ ഏരിയയിലെ കുട്ടികളെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ ഇതിൽ നിന്ന്? കാരണം നാളെ ഇത് കടിച്ച ഒരു പ്രശ്നത്തിലോട്ട് പോയി ഒരാളുടെ ജീവൻ പോകുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുന്നതിന് മുമ്പ് ഇതിന് എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റിയ വളരെ ഉപകാരം. കാരണം ആ ഒരു രീതിയിൽ എത്തിയിട്ട് എല്ലാവരും വന്ന് അപ്പോൾ എല്ലാ പാർട്ടിക്കാരും ഓടി വരും, അവരുടെ സഹായം പറഞ്ഞുകൊണ്ടും ഗവൺമെന്റ് ഓടി വരും, എല്ലാവരും അപ്പോൾ ഓടി വരും. അതിലേക്ക് എത്തിക്കണോ? എനിക്ക് അത്രേ ചോദിക്കാനുള്ളൂ. ആ ഒരു സിറ്റുവേഷൻ വരെ എത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം കണ്ടെത്താൻ പറ്റി അതല്ലേ നല്ലത്. ഒരു ജീവനെ കളഞ്ഞിട്ട് തീരുമാനം കൊണ്ടുവന്നതിലും നല്ലത് ആ ജീവൻ പോകുന്നതിന് മുമ്പ് തീരുമാനങ്ങൾ ഉണ്ടാക്കി ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. വളരെ വളരെ വിഷമത്തോടുകൂടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കിതിനൊരു സൊല്യൂഷൻ ഇല്ല. ഇത് ആരോട് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു നിസാര രീതിയിൽ അവർ പറയുന്നത്. ഇതിനൊന്നും ചെയ്യാനില്ല, അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ആളില്ല, അവർക്ക് സാലറി കൊടുക്കാൻ ഫണ്ടില്ല. നമ്മൾ ഒരു വോട്ട് ചെയ്യുന്ന ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഈ ആൻസേഴ്സ് ഒക്കെ കേൾക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. 1-2 നായകൾ എവിടെയെങ്കിലും ചത്തു വീണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മേനകാ ഗാന്ധി വാലുമ്പോക്കി വരും. അവർക്ക് നായയോട് സ്നേഹം ഉണ്ടായിട്ടാണ്. അവർക്ക് നായയോട് സ്നേഹമില്ല, അവർക്ക് നായയോടൊന്നും യാതൊരു ബന്ധവുമില്ല. അവരുടെ വീട്ടിലൊരു വളർത്തുനായ എങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം മരുന്ന് മാഫിയയുടെ കളിയാണ്. നായ്ക്കളുടെ എണ്ണം നമ്മുടെ രാജ്യത്ത് പെരുകിയാൽ മാത്രമേ കോടാനുകോടി രൂപയുടെ മരുന്ന് ഇവിടെ വിറ്റഴിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. തെരുവ് നായകൾ നമ്മുടെ കുട്ടികളെ കടിച്ചു പറിക്കുന്നത് സ്കൂൾ തുറക്കുമ്പോൾ മുതൽ കടി തുടങ്ങും. അത് ഞാൻ അന്നേ പറഞ്ഞാണ്, കഴിഞ്ഞ വാർത്തയിൽ ഞാൻ പറഞ്ഞു. പക്ഷേ ആ വാർത്തയൊന്നും അങ്ങനെ ജനങ്ങളിലേക്ക് വേണ്ട വിധം എത്തിയില്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് ഉറക്കമുളച്ച് നടന്ന് ചെയ്ത വാർത്തകളൊന്നും പ്രേക്ഷകർ
പ്രേക്ഷകർ പലരും കാണുന്നില്ല. ഒരുപാട് ദുഃഖമുണ്ട്. സ്കൂൾ തുറന്നു കഴിയുമ്പോൾ പട്ടികൾ ഓടി നടന്ന് ചപ്രം കുട്ടികളെ കടിക്കും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞാണ്. ഈ പട്ടികൾ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ കടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടുപോയാൽ തീർച്ചയായിട്ടും ആ കുട്ടികൾ എങ്ങനെയാണ് മരണപ്പെടുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. നായകൾ കടിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്താ ചെയ്യുക? പേവിഷബാധ പടരാതിരിക്കാനുള്ള ആ ഒരു വാക്സിനൊക്കെ എടുക്കും. ആ വാക്സിൻ ഇപ്പോൾ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമല്ല. അത് വളരെ കൃത്യമായിട്ടുള്ള വസ്തുതയാണ്. പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ട കുഞ്ഞുങ്ങൾ എല്ലാവരും നമ്മെ വിട്ടുപോയി. ഇത് കൂടുതൽ എന്ത് തെളിവാണ് ഇനിയും വേണ്ടത്? ഇത് മരുന്ന് മാഫിയ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ പിടിമുറുക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണത്. അത് കൃത്യമായിട്ട് TV19 കേരളയുടെ കഴിഞ്ഞ വാർത്തയിൽ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞു. നിയ ഫൈസലിന്റെ കാര്യമൊക്കെ അന്നത്തെ ആ വാർത്തയിൽ നമ്മൾ കൃത്യമായി സൂചിപ്പിച്ചിരുന്നു. എത്ര കുട്ടികളാണ് നമ്മെ വിട്ടുപോയത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ ഒന്നും നമ്മളിങ്ങനെ കണ്ടില്ല എന്ന് നടിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ഈ വീട്ടമ്മയുടെ വാക്കുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഞാനിരിക്കുന്ന എന്റെ വീട്, ഈ പരിസരം, ഈ മുനിസിപ്പാലിറ്റി, ഇവിടം ക്ലിയർ ആവുക. ഇതുപോലെ ഓരോ വീട്ടമ്മമാരും ഓരോ കുടുംബങ്ങളും ഓരോ പേരൻസും വിചാരിച്ചാൽ മതി, ഇതിനൊരു സമാധാനം ഉണ്ടാവും. വോട്ട് ചോദിച്ച് ഒരു ഉളുപ്പുമില്ലാതെ ഇവരിങ്ങനെ നിരന്തരം കയറി വന്നുകൊണ്ടേയിരിക്കും. കൃത്യമായിട്ടുള്ള നിലപാട് നമുക്ക് ജനങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ സമാധാനം വന്നേ പറ്റൂ. ഇനി എന്തൊക്കെ വന്നാലും ശരി, നമ്മുടെ കുട്ടികൾ തെരുവുനായുടെ കടിയേറ്റ് മരണപ്പെടാൻ പാടില്ല.